നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണാഭമായി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. പൂരവിസ്മയത്തിൽ നാടിൻ്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. നിറച്ചാർത്തായി ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ ആഘോഷം. പുതുക്കാട് മണ്ഡലത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിച്ചു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അഗ്നിആധാനവും പ്രത്യക്ഷ ശ്രീചക്രപൂജയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ദേശീയപാതയിൽ പൂഴിമണൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി. പരാതിയുമായി യാത്രക്കാർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ ആളൂരിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വർണ്ണാഭമായി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. പൂരവിസ്മയത്തിൽ നാടിൻ്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. വർണ്ണാഭമായി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. പൂരവിസ്മയത്തിൽ നാടിൻ്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. പൂരദിനത്തിൽ രാവിലെ പള്ളിയുണർത്തൽ, കണികാണിക്കൽ, പ്രഭാതബേരി, ഗണപതി ഹവനം, ശ്രീലകത്തെഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി, കലശാഭിഷേകം, ഉഷപൂജ, പന്തീരടി പൂജ, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി, ഉച്ചതിരിഞ്ഞ് കരയോഗങ്ങളുടെ പൂരം വരവ് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ആനവട്ടവും വെൺചാമരവും വർണ്ണക്കുടകളും എഴുന്നള്ളിപ്പിന് ദൃശ്യചാരുത പകർന്നു. പാണ്ടിമേളവും അരങ്ങേറി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, അത്താഴപൂജ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ചെമ്മാലിൽ, ഉപതന്ത്രി ബിജു നാരായണൻ, മേൽശാന്തി CR ജയൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രക്ഷാധികാരി ഡോക്ടർ KS കൊച്ചുമോൻ, പ്രസിഡന്റ് TS അനിൽ, സെക്രട്ടറി സുബ്രൻ ഇടശ്ശേരി, ട്രഷറർ രതീഷ് കൈപ്പാറ, വൈസ് പ്രസിഡന്റുമാരായ സലേഷ് മറൂരാൻ, സജീവൻ മൂഴി, ശ്രീനിവാസൻ അരങ്ങൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സുധാകരൻ പാറയ്ക്കൽ, വിനോദ് വരിക്കാനിക്കൽ, മോഹൻദാസ് മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 18 പൊങ്കാല മഹോത്സവം നടക്കും. നിറച്ചാർത്തായി ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ ആഘോഷം. പൂരപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കി ചടങ്ങുകൾ. ഉച്ചാൽ ദിനത്തിൽ രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, ശീവേലി, മേളം എന്നിവ ഉണ്ടായിരുന്നു. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് കാഴ്ചശീവേലി, പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. തുടർന്ന് ദീപാരാധന, ശേഷം നാട്യതരംഗം, നൃത്തനൃത്യങ്ങൾ, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി KP വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി തൃക്കൂർ കിഴക്കേമഠം ഗിരീഷ് എംബ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തൊട്ടിപ്പാൾ പുതുപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, കലശപൂജ, അഭിഷേകം, കളമെഴുത്തുപാട്ട്, പറനിറപ്പ്, എഴുന്നള്ളിപ്പ്, മേളം, തായമ്പക, ഗുരുതി എന്നിവയുണ്ടായി. എഴുന്നള്ളിപ്പിന് ബാസ്റ്റ്യൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി.
മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അഗ്ന്യാധാനവും പ്രത്യക്ഷ ശ്രീചക്രപൂജയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അയോധ്യയിൽ നടക്കാനിരിക്കുന്ന ലക്ഷ്മി കുബേര മഹായാഗത്തിൻ്റെയും ശ്രീരുദ്രത്തിൻ്റെയും ആധാനക്രിയയാണ് പെരുമ്പടപ്പുമന ഋഷികേശൻ സോമയാജിപ്പാട്, ഡോക്ടർ അശ്വിനിദേവ് തന്ത്രി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വട്ടേക്കാട് ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ അഗ്ന്യാധാനം, പ്രത്യക്ഷ ശ്രീചക്രപൂജ എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, CS രാജീവൻ, IV ചന്ദ്രൻ, അനീഷ് എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിച്ചു. 3 ഘട്ടങ്ങളിലായി 12 കോടി രൂപയാണ് ഇതിനായി ഇറിഗേഷൻ വകുപ്പ് ചെലവഴിച്ചത്. 3ാം ഘട്ടത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലക്ഷാമം രൂക്ഷമായ പാലാമ്പ്രക്കുന്നിലും വെള്ളമെത്തിക്കാനായി. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച 3ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KS ഫവാസ്, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്ര P. ഭായ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. അന്നു മുതൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി ഇത് നടപ്പാക്കണമെന്നുള്ള തീരുമാനത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകാനുണ്ടായത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി അജിത സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, തൊട്ടപ്പുറത്ത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. രാജേശ്വരിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ കാര്യങ്ങളിലൊക്കെ. ഹർത്താലും ബന്ധുമൊക്കെ ഇല്ലാതായതോടെ വല്ലപ്പോഴും വീണുകിട്ടുന്ന പണിമുടക്കുകൾ ആഘോഷമാക്കുന്ന മലയാളികൾ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കും കൊണ്ടാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഹർത്താലും ബന്ധുമൊക്കെ അടിക്കടി ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നേരത്തെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വീണുകിട്ടുന്ന ഒഴിവു ദിനം ആഘോഷമാക്കാൻ വേണ്ടതെല്ലാം വീട്ടിലൊരുക്കിയും പണിമുടക്ക് തുടങ്ങും മുൻപേ തന്നെ എവിടേക്കെങ്കിലും ടൂർ പോയും ഇതെല്ലാം ആഘോഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് കോടതി ഇടപെടലും മറ്റുമായി ഹർത്താലും ബന്ധുമൊക്കെ ഇല്ലാതായതോടെ മലയാളികൾ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന സ്ഥിതിയുമായി. വ്യാഴാഴ്ച അഖിലേന്ത്യാ പണിമുടക്ക് ഉറപ്പാണോ എന്ന് പലരും ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പണിമുടക്കുണ്ടെന്നറിഞ്ഞതോടെ പലരും യാത്ര പ്ലാൻ ചെയ്തു. വ്യാഴാഴ്ച പണിമുടക്ക്, വെള്ളിയാഴ്ച ഒരു ലീവ് എടുത്താൽ പിന്നെ ശനിയും ഞായറും, അടുപ്പിച്ച 4 ദിവസം എവിടേക്കെങ്കിലും പോകാം. വ്യാഴാഴ്ച മാത്രം എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. ഇതെല്ലാം മനസ്സിൽ കണ്ട് ആഘോഷങ്ങളും യാത്രകളും ആർമാദിക്കാനുള്ള പരിപാടികൾക്ക് മലയാളി പ്ലാനിട്ടു. അവധി ദിവസങ്ങൾ വീട്ടിൽ തന്നെ അടിച്ചു പൊളിക്കാനുള്ള സെറ്റപ്പ് ഒരുക്കിയവരും കുറവല്ല. രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും എന്നതുകൊണ്ട് അതിനു മുൻപേ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്താനുള്ള ഒരുക്കങ്ങളിലായിരുന്നു വീട്ടുകാർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. സ്വകാര്യ ബസ്, KSRTC ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ഗതാഗതം സ്തംഭിക്കും. പാൽ വിതരണം, പത്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ, ആംബുലൻസുകൾ എന്നിവ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 12-ന് രാജ്യവ്യാപകമായി നടക്കുന്ന പണിമുടക്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K. സുകുമാരൻ, K. സദാനന്ദൻ, PV ശർങ്കൻ, CU രമണി, K. നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ദേശീയപാതയിൽ പൂഴിമണൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്.
ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗമായതിനാൽ ദിവസേന നൂറുകണക്കിന് ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന പ്രദേശമാണിത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കിടക്കുന്ന മണൽ റോഡിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. ഇത് കാരണം ബൈക്ക് യാത്രക്കാർ നിയന്ത്രണം തെറ്റി വീഴുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി സമയങ്ങളിൽ പൂഴിമണൽ വ്യക്തമായി കാണാനാകാത്തതിനാൽ അപകട സാധ്യത ഇരട്ടിയാകുന്നുവെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി ഈ പ്രശ്നം ഗൗരവമായി പരിഗണിച്ച് അടിയന്തരമായി പൂഴിമണൽ നീക്കം ചെയ്യുകയും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ ആളൂരിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് PR ഷാജൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി അനിത റോയ്, ട്രഷറർ ഷീന ജയചന്ദ്രൻ, KK യൂസഫ്, ട്രീജ ബിജു, ഷീല ചന്ദ്രൻ, ഡാനി സാബു, CP ഇന്ദിര എന്നിവർ പ്രസംഗിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, സർവീസ് പെൻഷൻ ഉയർത്തണമെന്നും അതിരപ്പള്ളി ജനവാസ മേഖലയിലുള്ള കാട്ടാന ശല്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKT അംഗങ്ങളായ PR ഷാജൻ, രേഖ സന്തോഷ്, വിനീത് റാഫേൽ, ഡോക്ടറേറ്റ് ലഭിച്ച നിസരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബിസിനസ് ന്യൂസ്. കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ തുടങ്ങിയ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പ്രശസ്ത സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ സ്റ്റീഫൻ ദേവസി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ആശുപത്രി ശൃംഖലയായ അഹല്യയുടെ 23ാമത് ശാഖയാണ് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കരോളി ജോഷുവ, അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പവൻ മധുസൂദനൻ, ഒല്ലൂർ അഹല്യ ഐ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് CL ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായി. സേവന നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ISO 901/2018 അക്രഡിറ്റേഷനുള്ള അഹല്യയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ പാനൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി, വിട്രിയോ റെറ്റിന ആൻഡ് യൂവിയ, ലോക്കോമ, കുട്ടികളുടെ നേത്രരോഗം, ലാസിക് സർജറി, കോണ്ടാക്ട് ലെൻസ് ക്ലിനിക്, പ്രോസ്തെറ്റിക് ക്ലിനിക്, നേത്ര ബാങ്ക്, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരിക്കുന്നു. മെഡിസെപ്, ECHS, മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് പരിരക്ഷകളും ലഭ്യമാണ്. ഞായറാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലും പ്രവർത്തിക്കുന്നു. OP സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ. കാഴ്ചയുടെ പുതിയ ലോകം ഇനി ഒല്ലൂരിലും. ഡോക്ടർ പറഞ്ഞു അഹല്യ പാലക്കാട് പോകണമെന്ന്. ഞാൻ അഹല്യ പാലക്കാട് പോയിട്ടുള്ള ആളാണ്. അവിടെ ഞാനൊരു 3 മണിക്കൂർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ എത്രയും വളരാൻ പറ്റും, എത്രയും വളർത്താൻ പറ്റുന്നത് നിങ്ങൾ പാലക്കാട് പോയാൽ അറിയാം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് ഐ ഹാവ് വിസിറ്റഡ്
ഫോർ എ മെഡിക്കൽ അടങ്ങിയ പാലക്കാട്. ഞാൻ പാലക്കാടുകാരനായതുകൊണ്ടും പാലക്കാടുകാരനായതുകൊണ്ടും അവിടുത്തെ സ്ഥാപനത്തിനെ പൊക്കുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഐ വോണ്ട് കൺഗ്രാജുലേറ്റ് ദ ഹോൾ ഓർഗനൈസേഷൻ. ഞാൻ 11 വർഷം ചെന്നൈയിലും 12 വർഷം ബോംബെയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ മെഡിക്കലിനെ പറ്റിയിട്ട് കേരളം വിട്ടിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു നല്ല വൃത്തിയുള്ളൊരു ഹോസ്പിറ്റല് പുറമേയൊക്കെ പോവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മൾ മലയാളികൾ കുറച്ച് ഭാഗ്യവന്മാരെ, കാരണം കുറച്ച് നല്ല മെഡിക്കൽ ഹോസ്പിറ്റല് വൃത്തിയുള്ളത് കാണുന്നുണ്ട് വെച്ചാൽ കേരളത്തിൽ തന്നെ വരണം. നമ്മുടെ ഇല്ല എന്നല്ല പറയണത്, പക്ഷെ കമ്പാരിറ്റീവ്ലി മദ്രാസോ അല്ലെങ്കിൽ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര അടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കേരളം വളരെ മുമ്പിലാണ് കേട്ടോ മെഡിക്കൽ. സോ നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഇത് വളർത്തുന്നത്. കീപ് ഡൂയിങ് ദ സെയിം എന്ന് ഞാൻ പറയുന്നു. പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും വെച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കോൾ ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്റെയൊക്കെ കോൾ ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 ഡോക്ടർമാരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കും. കാരണം എന്താ വെച്ചാൽ എന്താ എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. ആക്ച്വലി തൃശ്ശൂർ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഉള്ളൂരിൽ പുതിയതായിരിക്കും. പക്ഷെ ഞങ്ങൾ തൃശ്ശൂരിൽ 2006 തുടങ്ങിയതാണ്. 2006 ഞങ്ങൾ ആദ്യമായിട്ട് പാലക്കാടിന് വെളിയിൽ തുടങ്ങിയ ഐ ഹോസ്പിറ്റൽ ഫസ്റ്റ് റീജിയണൽ സെന്റർ തൃശ്ശൂർ. പക്ഷെ അവിടെ കുറുപ്പൻ റോഡിലായിരുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാം, 5ാം നിലയിലായിരുന്നു. അതിനേക്കാളും കൂടുതൽ എക്സ്പാൻഷന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് മാറി ഉള്ളൂരിലേക്ക് വന്നിരിക്കുന്നു. ഈ എന്റെ ഡിവിഷനിൽ അല്ലെങ്കിൽ ഒല്ലൂര് 31ാം ഡിവിഷനിൽ ഒല്ലൂരിന്റെ ഒരു സെന്ററിലായി ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തതിന് അഹല്യ ഫൗണ്ടേഷന് ഞാൻ ഇത്തരണത്തിൽ വളരെയേറെ നന്ദി ഈ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒല്ലൂർ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി ഈ അവസരത്തിന് അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ 1984 മുതൽ ഡോക്ടർ VS ഗോപാൽ സാറിന്റെ നേതൃത്വത്തിൽ അബുദാബിയിലും അതേപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശക്തമായ വേരുകളുള്ള ഒരു ലെഗസിയുള്ള ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പായി അതിലേക്ക് ഈ കാലം കൊണ്ട് വളരാൻ സാധിച്ചു. അതിന്റെ ഒരു പ്രതീകമെന്നോണം ഈ 23ാമത്തെ ഐ ഹോസ്പിറ്റലിന്റെ ഒരു ശാഖ തൃശ്ശൂർ ഒല്ലൂരിൽ ആരംഭിക്കുകയാണ്. തൃശ്ശൂർ അഹല്യയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എങ്കിലും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ മാറി പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ ധന്യ മുഹൂർത്തത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സ്റ്റീഫൻ ദേവസി അവർക്ക് ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, ക്രിസ്റ്റഫർ നഗർ, ഒല്ലൂർ. ഫോൺ 9496396713. കല്ലൂർ ആലേങ്ങാട് ശങ്കര UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും KG ഫെസ്റ്റും യാത്രയയപ്പും സംഘടിപ്പിച്ചു. ശങ്കരീയം 2026 എന്ന പേരിൽ നടത്തിയ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. പുല്ലാങ്കുഴൽ വാദ്യകലാകാരൻ AK രഘുനന്ദൻ സാവിത്രി മുഖ്യ അതിഥിയായിരുന്നു. ഫോട്ടോ അനാച്ഛാദനം, വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കൽ എന്നിവയുണ്ടായിരുന്നു. സ്കൂൾ മാനേജർ K അനിയൻ, പ്രധാനാധ്യാപിക M ശ്രീകല, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത ദിവാകരൻ, ചേർപ്പ് AEO MV സുനിൽകുമാർ, തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് PV ബിജു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നാഗേഷ്, ഐസൻ ഐസക്, കല്ലൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് റോസൽ രാജ്, ആലേങ്ങാട് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KT ടോമി, മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപോലിത്തയുടെ മാതാവ് അച്ചാമ്മ, ചായ്പങ്കുഴി GUPS പ്രധാനാധ്യാപകൻ UU ചന്ദ്രൻ, PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, അധ്യാപികമാരായ സിന്ധു K, ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി KA സത്യനാരായണൻ, സ്കൂൾ ലീഡർ ഉത്തര എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ 77ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂൾ മാനേജർ ഫാദർ തോമസ് വെളക്കനാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് കല്ലറയ്ക്കൽ ജൈവ വൈവിധ്യ പാർക്കിന്റെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, പഞ്ചായത്ത് അംഗം CG രാജേഷ്, പ്രധാനാധ്യാപിക TC വത്സ വർഗീസ്, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ബേബി കണ്ണമ്പള്ളി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ജസ്റ്റിൻ മങ്കുഴി, സ്റ്റാഫ് പ്രതിനിധി നിഷ മാത്യു, സ്കൂൾ ലീഡർ ഫ്രാൻസിസ് CA ജോ, MPTA പ്രസിഡന്റ് റിൻസി ജോബ്, പ്രോഗ്രാം കൺവീനർമാരായ ഉണ്ണിമേരി തോമസ്, തെരേസ ജോസ് എന്നിവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷയായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോളി ചുക്കിരി, ബിന്ദു ഷാജു എന്നിവർ പ്രസംഗിച്ചു. പുതിയതായി തെരഞ്ഞെടുത്ത DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജിനും പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബുവിനും കൺവെൻഷനിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയേങ്കര, അനിൽ കുനിയത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, VK വേലുക്കുട്ടി, ജസ്റ്റിൻ ആറ്റുപുറം, ലൂവീസ് പൊന്തോക്കൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയതായി ചാർജെടുത്ത DCC സെക്രട്ടറി KM ബാബുരാജിന് സ്വീകരണം നൽകി. ജില്ലയിലെ ISO ലഭിച്ച മികച്ച പഞ്ചായത്തിലൊന്നായ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ ആന്ധ്രാപ്രദേശിലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ISO 9001-2015 ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. റെക്കോർഡ് റൂം മാനേജ്മെന്റിനെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി എന്നിവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ఫండ్ అని సెపరేట్గా ఉంటుంది, సెక్టరల్ ఫండ్ ఇవన్నీ ఉంటాయి. కాకుండా వీళ్ళు వర్క్ సోర్స్ 16 వాట్ ఈస్ ద 15 ഫൈനാൻസ് ഗ്രാൻഡ് അയ്യാ. ആളൂർ കൊമ്പടിഞ്ഞാമാക്കൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകൾ സംയുക്തമായി ഫെബ്രുവരി 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 വൈകിട്ട് 5:30 പ്രസുതേന്തി റിപ്പീറ്റ് 12 വൈകിട്ട് 5:30 പ്രസുതേന്തി വാഴ്ച, കൊടികയറ്റം, ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയുണ്ടാകും. പുത്തഞ്ചിറ ഫെറോന വികാരി ഫാദർ ബിനോയ് പോഴലിപ്പറമ്പിൽ കാർമ്മികനാകും. തുടർന്ന് നടക്കുന്ന ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ആളൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജിമോൻ നിർവഹിക്കും. അങ്ങാടി അമ്പ് ദിനമായ 13 രാവിലെ 6:30 ദിവ്യബലി, രൂപം എഴുന്നള്ളിച്ച് വെക്കൽ, തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും ഉണ്ടാകും. 14 രാവിലെ 6:30 ദിവ്യബലി, അമ്പ് വെഞ്ചരിപ്പ്, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി 9:30 മുതൽ 10 മണി വരെ അമ്പ് എഴുന്നള്ളിപ്പ് പള്ളിയിൽ പ്രവേശിക്കും. തിരുനാൾ ദിനമായ 15 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ആളൂർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരമ്പിലാവ് കാർമ്മികനാകും. KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ജോജു കോക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4 ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലി ഉണ്ടാകും. തുടർന്ന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണം തിരികെ എത്തി രാത്രി 7 പള്ളിയിൽ പ്രവേശിക്കും. രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ സമാപനാശീർവാദം നിർവഹിക്കും. തുടർന്ന് വർണ്ണമഴ, ലൈറ്റ് ഷോ എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ PU വിൽസൺ പഞ്ഞിക്കാരൻ, ലോനപ്പൻ ജെയിംസ് പുന്നേലിപ്പറമ്പിൽ, ബിനു പോൾ പുന്നോലിപ്പറമ്പിൽ, PT സെബാസ്റ്റ്യൻ പുന്നേലിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. തൃക്കൂർ ചെട്ടിയാട്ടിൽ വീട്ടിൽ സ്വപ്ന, മരത്താക്കര കുന്നത്ത് വീട്ടിൽ അലൻ, അനക്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടകര ഉളുമ്പത്തുകുന്നിന് സമീപം ദേശീയപാതയോരത്തെ സ്വകാര്യ പറമ്പിലുണ്ടായ തീപിടുത്തം സമീപവാസികളെ പരിഭ്രാന്തരാക്കി. മുൻപ് ഓട്ടു കമ്പനി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെ ഉണങ്ങിയ പുല്ലിനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ തീപിടിച്ചത്.
വിവരമറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. LDF പുതുക്കാട് മണ്ഡലം വികസന ജാഥ ഈ മാസം 13, 14, 15 തീയതികളിൽ നടക്കും. KK രാമചന്ദ്രൻ MLA ക്യാപ്റ്റനായ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ CU പ്രിയനും ജാഥ മാനേജർ PK ശിവരാമനുമാണ്. 13 രാവിലെ 9 നെല്ലായിയിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജാഥ നന്ദിക്കര, നെടുമ്പാൾ, തൊട്ടിപ്പാൾ, പുതുക്കാട്, രണ്ടാംകല്ല്, ശാന്തിനഗർ, കാളക്കല്ല്, കരുവാപ്പടി, മണ്ണമ്പേട്ട എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ആമ്പല്ലൂരിൽ സമാപിക്കും. രണ്ടാം ദിനത്തിൽ പാലപ്പള്ളി, വരന്തരപ്പള്ളി, നന്ദിപുലം, മുപ്പിളിയം, ചെമ്പുച്ചിറ, കോടാലി, വെള്ളിക്കുളങ്ങര, മോനൊടി, മൂന്നുമുറി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മറ്റത്തൂർക്കുന്നിൽ സമാപിക്കും. 15 പാഴായിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ പല്ലിശ്ശേരി, കടലാശ്ശേരി, ചിറവക്ക്, ചാത്തക്കുളം, എറവക്കാട്, തലോർ, പാലിയേക്കര, തൃക്കൂർ, പാലയ്ക്കപ്പറമ്പ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മാവിൻ ചുവടിൽ സമാപിക്കും. ഫെബ്രുവരി 15 ഞായറാഴ്ച ആലുവ ശിവരാത്രിയോടനുബന്ധിച്ച് നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 6:04 നിലമ്പൂർ, കോട്ടയം, രാത്രി 11:38 തൃശൂർ, ആലുവ തീവണ്ടികൾക്ക് പ്രത്യേക സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. പിറ്റേ ദിവസം അതിരാവിലെ ആലുവയിൽ നിന്നും 5:15 പുറപ്പെടുന്ന ആലുവ തൃശൂർ തീവണ്ടി 6:02 നെല്ലായിയിൽ എത്തും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും നവോത്ഥാന ബോധവും വളർത്തുന്നതിനായി പുതുക്കാട് മേരിമാത ICSE ആൻഡ് KSC സ്കൂൾ സ്പെക്ട്രം എന്ന പേരിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന നവീന പ്രോജക്റ്റുകളുമായി എക്സിബിഷനിൽ പങ്കെടുത്തു. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, റോബോട്ടിക്സ്, പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയ മാതൃകകളും പ്രവർത്തന പ്രദർശനങ്ങളും ശ്രദ്ധേയമായി. ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രായോഗിക പ്രസക്തി വിദ്യാർത്ഥികൾ ലളിതമായ വിശദീകരണങ്ങളിലൂടെ സന്ദർശകർക്ക് അവതരിപ്പിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രോജക്റ്റുകൾ സൃഷ്ടിപരതയും ശാസ്ത്രീയ അറിവും ഒരുമിച്ച് പ്രകടമാക്കി. വിദ്യാർത്ഥികളിൽ ഗവേഷണ മനോഭാവവും പ്രശ്നപരിഹാര കഴിവും വളർത്തുന്നതിൽ സ്പെക്ട്രം ശ്രദ്ധേയമായൊരു പാഠാനുഭവമായി മാറി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് സഹായ ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ 10:30 വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയായ വൈജ്ഞാനികം പദ്ധതിയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമായി ചേർന്ന് അലങ്കാര മെഴുകുതിരി നിർമ്മാണം, നെറ്റിപ്പട്ടം നിർമ്മാണം, ഇമിറ്റേഷൻ ജ്വല്ലറി നിർമ്മാണം എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തുന്നു. 75% സബ്സിഡിയോടെ നടത്തുന്ന പരിശീലനത്തിന് ഫീസിൻ്റെ 25% ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ്. മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ളവർ ഫെബ്രുവരി 16-ന് 3-ന് മുൻപായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 14,630 രൂപ, പവന് 1,17,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണാഭമായി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. പൂരവിസ്മയത്തിൽ നാടിൻ്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. നിറച്ചാർത്തായി ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ ആഘോഷം. പുതുക്കാട് മണ്ഡലത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിച്ചു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അഗ്നിയാധാനവും പ്രത്യക്ഷ ശ്രീചക്രപൂജയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ദേശീയപാതയിൽ പൂഴിമണൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി. പരാതിയുമായി യാത്രക്കാർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ ആളൂരിൽ സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.